ഹായ്, ഗുഡ് മോർണിംഗ്. +1 ഫിസിക്സിന്റെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. ചാപ്റ്ററിന്റെ പേര് വൺ ഡയമെൻഷണൽ മോഷൻ അല്ലെങ്കിൽ മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. നമുക്ക് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ തുടക്കത്തിൽ പറയാം. ഒരു സബ്സ്റ്റൻസിന്റെ ഡിഫറന്റ് സ്റ്റേറ്റ്സിനെ കുറിച്ച്, അവസ്ഥകളെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിലെ ബ്രാഞ്ചാണ് മെക്കാനിക്സ്. പലതരത്തിലെ ഫിസിക്സിലെ ബ്രാഞ്ച് ഉണ്ട്. മെക്കാനിക്സ് എന്ന ബ്രാഞ്ചിൽ ഒരു വസ്തുവിന്റെ ഡിഫറന്റ് സ്റ്റേറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നു, അവസ്ഥകളെ കുറിച്ച് പഠിക്കുന്നു. ആ മെക്കാനിക്സിനെ നമ്മൾ ജനറൽ ആയിട്ട് മൂന്നെണ്ണായിട്ട് ക്ലാസിഫൈ ചെയ്യാണ്. ഒന്ന് സ്റ്റാറ്റിക്സ്, രണ്ട് കൈനമാറ്റിക്സ്, മൂന്ന് ഡൈനാമിക്സ്. സ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ നമ്മൾ ആ വസ്തുവിന്റെ സ്റ്റേഷനറി ആയിട്ടുള്ള സ്റ്റേറ്റ്സിനെ കുറിച്ച് പഠിക്കുകയാണ്. കൈനമാറ്റിക്സ് എന്നുള്ള ബ്രാഞ്ചില് മോഷനെ കുറിച്ച് പഠിക്കുകയാണ്. പക്ഷെ കാരണങ്ങളെ കുറിച്ച് പഠിക്കുന്നില്ല. ചലനത്തിനെ കുറിച്ച് പഠിക്കും. ചലനത്തിന്റെ കാരണങ്ങളെ കുറിച്ച് പ്രതിപാദിക്കാതെ, ചലനത്തിന്റെ കാരണങ്ങളെ കുറിച്ച് പറയാതെ ചലനത്തിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ് കൈനമാറ്റിക്സ്. എന്നാൽ ഡൈനാമിക്സിൽ എത്തുമ്പോൾ ചലനത്തിന്റെ കാരണങ്ങളെ കുറിച്ച് കൂടി പഠിക്കുന്നു. അപ്പോ സ്റ്റേഷനറി സ്റ്റേറ്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് സ്റ്റാറ്റിക്സ്. സ്റ്റഡി ഓഫ് മോഷൻ വിത്തൌട്ട് കൺസിഡറിംഗ് ദ കോസസ് ഓഫ് മോഷൻ ഈസ് കൈനമാറ്റിക്സ്. സ്റ്റഡി ഓഫ് മോഷൻ കൺസിഡറിംഗ് ദ കോസസ് ഓഫ് മോഷൻ ഈസ് ഡൈനാമിക്സ്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൈനമാറ്റിക്സിലാണ്. അപ്പൊ എന്താണ് റെസ്റ്റ്, എന്താണ് മോഷൻ, ഈ രണ്ട് വാക്കുകൾ ആദ്യം നമുക്ക് പരിചയപ്പെടാം. എന്താണ് റെസ്റ്റ്? ഇപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഒരു പശു പുല്ല് തിന്നുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഗ്രൗണ്ടിൽ പുല്ലും തിന്നുകൊണ്ട് പശു ഇങ്ങനെ നടന്നു പോകുന്നു. പശുവിന്റെ മുകളിൽ ഒരു കാക്ക ഇരിക്കുന്നുണ്ട്. പശു പുല്ല് തിന്ന് നടക്കുന്നു ഗ്രൗണ്ടില്, ഭൂമിയില്. പശുവിന്റെ മുകളിൽ ഒരു കാക്ക ഇരിക്കുന്നു. ഇപ്പൊ നമ്മൾ പറയും കാക്ക ചലനത്തിലാണ്. ആരെ അപേക്ഷിച്ച്? ഭൂമിയെ അപേക്ഷിച്ച്, ഗ്രൗണ്ടിനെ അപേക്ഷിച്ച്. കാരണം പശു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പശുവിന്റെ പുറത്തിരിക്കുന്ന കാക്കയും ഒപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരെ അപേക്ഷിച്ച? ഭൂമിയെ അപേക്ഷിച്ച്. അപ്പോ കാക്ക ചലനത്തിലാണ് ഗ്രൗണ്ടിനെ അപേക്ഷിച്ച്. പക്ഷെ കാക്ക ചലനത്തിലല്ല, റെസ്റ്റിലാണ്. പശുവിനെ അപേക്ഷിച്ച്, പശുവിന്റെ മുകളിൽ ഇരിക്കുകയാണ്. പശുവിന്റെ കൊമ്പിനെ അപേക്ഷിച്ച്, പശുവിന്റെ കണ്ണിനെ അപേക്ഷിച്ച്, പശുവിന്റെ മൂക്കിനെ അപേക്ഷിച്ച്, പശുവിന്റെ കാലിനെ അപേക്ഷിച്ച് കാക്കയുടെ സ്ഥാനം മാറുന്നില്ല. അതുകൊണ്ട് കാക്ക റെസ്റ്റിലാണ് പശുവിനെ അപേക്ഷിച്ച്. പക്ഷെ അപ്പുറത്തുള്ള ഒരു മരത്തിനെ അപേക്ഷിച്ച്, അപ്പുറത്തുള്ള പുല്ലിനെ അപേക്ഷിച്ച്, അപ്പുറത്തുള്ള കുളത്തിനെ അപേക്ഷിച്ച് പശു നടക്കുന്നത് കൊണ്ട് കാക്ക സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കാക്ക ചലനത്തിലാണ്. അപ്പൊ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് രണ്ട് ഡെഫിനിഷൻസ് പറയാം. എ ബോഡി ഈസ് at rest if its position is not changing with respect to the surrounding with the passage of time. An object is in motion if it continuously changes its position with respect to the surroundings with the passage of time. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. റെസ്റ്റ് എന്താണ്, മോഷൻ എന്താണെന്ന് മനസ്സിലായി. അങ്ങനെ മോഷൻ പഠിക്കുന്ന സമയത്ത് കൈനമാറ്റിക്സിൽ നമുക്ക് കുറച്ച് ടേംസ് പഠിക്കണം. അങ്ങനെ ടേംസ് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഈ മോഷനെ മൂന്നെണ്ണായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മോഷൻ ഇൻ 1 ഡയമെൻഷൻ, രണ്ട് മോഷൻ ഇൻ 2 ഡയമെൻഷൻ, മൂന്ന് മോഷൻ ഇൻ 3 ഡയമെൻഷൻ. 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ആ വസ്തു ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള കോർഡിനേറ്റ്, നിർദ്ദേശാങ്കം ഒന്ന് മാത്രം മതി. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു വസ്തു പോവുകയാണെന്ന് വിചാരിക്കുക. എക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നതെങ്കിൽ ആ വസ്തുവിന്റെ പൊസിഷൻ കണ്ടെത്താൻ നിങ്ങൾക്ക് എക്സ് എന്ന് പറയുന്ന കോർഡിനേറ്റ് മാത്രം അറിഞ്ഞാൽ മതി. വൈ എന്നുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ഒരു വസ്തു സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിന്റെ പൊസിഷൻ കണ്ടെത്താൻ വൈ എന്ന് പറയുന്ന കോർഡിനേറ്റ് മാത്രം അറിഞ്ഞാൽ മതി. സെഡ് എന്ന് പറയുന്ന ആക്സിസിലൂടെയാണ് ഒരു വസ്തു സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിന്റെ പൊസിഷൻ ഏത് സമയത്തും കണ്ടെത്താൻ സെഡ് എന്ന് പറയുന്ന കോർഡിനേറ്റ് മാത്രം മതി. അങ്ങനെ ഒരു വസ്തുവിന്റെ പൊസിഷൻ കണ്ടെത്താൻ ഒരു നിർദ്ദേശാങ്കം അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റ് മാത്രം മതിയെങ്കിൽ ആ ചലനത്തിനെ വിളിക്കുന്ന പേരാണ് 1 ഡയമെൻഷണൽ മോഷൻ. ചുരുക്കി പറഞ്ഞാൽ ദ മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് കോൾഡ് 1 ഡയമെൻഷണൽ മോഷൻ. ഒരു സ്ട്രെയിറ്റ് റോഡിലൂടെ ഒരു കാറ് പോകുന്നത് 1 ഡയമെൻഷണൽ മോഷൻ ആണെന്ന് ചുരുക്കം. രണ്ട് 2 ഡയമെൻഷണൽ മോഷൻ. ഇതേപോലെ നിങ്ങൾ ആലോചിക്കുക. ഒരു പ്രതലത്തിലാണ് ചലിക്കുന്നതെങ്കിൽ, ഒരു പ്ലെയിനിലാണ് ചലിക്കുന്നതെങ്കിൽ, ഒരു ബോർഡിന്റെ മുകളിലാണ് ചലിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ വസ്തുവിനെ ലൊക്കേറ്റ് ചെയ്യാൻ എക്സ് മാത്രം അറിഞ്ഞാൽ പോരാ, വൈയും കൂടി അറിയണം. അപ്പൊ എക്സ് വൈ പ്ലെയിനിലാണ് ഒരു വസ്തു ചലിക്കുന്നതെങ്കിൽ എക്സ് കോർഡിനേറ്റും അറിയണം, വൈ കോർഡിനേറ്റും അറിയണം ആ വസ്തുവിന്റെ പൊസിഷനെ ലൊക്കേറ്റ് ചെയ്യാൻ. വൈ സെഡ് പ്ലെയിനിലാണ് ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ വൈ കോർഡിനേറ്റും അറിയണം, സെഡ് കോർഡിനേറ്റും അറിയണം.
എക്സ് സെഡ് പ്ലെയിനിലാണ് വസ്തു ചലിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ എക്സ് കോർഡിനേറ്റ് പറയണം, സെഡ് കോർഡിനേറ്റ് പറയണം. അപ്പൊ 3 തരത്തിലുള്ള പ്ലെയിനുകൾ നമുക്കറിയാം. എക്സ് വൈ, വൈ സെഡ്, എക്സ് സെഡ്. ഇങ്ങനെ ഏതൊരു പ്ലെയിനിൽ ഒരു വസ്തു ചലിക്കുമ്പോഴും അതിനെ കണ്ടെത്താൻ, അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ നമുക്ക് മിനിമം 2 കോർഡിനേറ്റ്സ് വേണം, 2 നിർദ്ദേശാംഗങ്ങൾ വേണം. അത് എക്സും വൈ ആവാം, അല്ലെങ്കിൽ വൈയും സെഡും ആവാം, അല്ലെങ്കിൽ എക്സും സെഡും ആവാം. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ചലനത്തിനെ പറയുന്ന പേരാണ് 2 ഡയമെൻഷണൽ മോഷൻ. ചുരുക്കി പറഞ്ഞാൽ മോഷൻ അലോങ് എ പ്ലെയിൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, പ്രതലത്തിലെ ചലനം ഈസ് കോൾഡ് 2 ഡയമെൻഷണൽ മോഷൻ. എക്സാമ്പിൾ, ഒരു കാരം ബോർഡിന്റെ മുകളിൽ കോയിൻ നിങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് 2 ഡയമെൻഷണൽ മോഷനാണ്. ഒരു പുഴയിലെ ഒരു വഞ്ചി പോയിക്കൊണ്ടിരിക്കുന്നത് 2 ഡയമെൻഷണൽ മോഷനാണ്. ഗ്രൗണ്ടിൽ നമ്മൾ നടക്കുന്നത്, ഓടുന്നതൊക്കെ 2 ഡയമെൻഷണൽ മോഷനാണ്. ക്ലിയർ ആയി? ഒരു വളയൊക്കെ ഉണ്ടെങ്കിൽ ആ വളയുടെ മുകളിൽ കൂടെ ഒരു ഉറുമ്പരിക്കുന്നത്, വള സർക്കിളൊക്കെ എന്താണ്, ഒരു ബോർഡിന്റെ മുകളിൽ നിങ്ങൾക്ക് വരയ്ക്കാം, പേപ്പറിൽ നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പൊ അതൊക്കെ 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു പ്രതലത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്. അപ്പൊ ഒരു വളയുടെ മുകളിൽ കൂടെ ഉറുമ്പരിക്കുന്ന ചലനം എന്താണെന്ന് ചോദിച്ചാൽ 2 ഡയമെൻഷണൽ മോഷനാണ്. അതായത് നിങ്ങൾ പേപ്പറിൽ വരയ്ക്കാൻ പറ്റുന്നത് എന്തും 2 ഡയമെൻഷണൽ മോഷനാണ്. അതിൽ സ്ട്രൈറ്റ് ലൈൻ ആണ് വരച്ചതെങ്കിൽ 1 ഡയമെൻഷണൽ മോഷൻ ആയി ചുരുക്കാം. ഓക്കെ. അപ്പൊ 3 ഡയമെൻഷണൽ മോഷൻ, ഒരു വസ്തുവിന്റെ പൊസിഷനെ കണ്ടെത്താൻ 3 കോർഡിനേറ്റ്സ് വേണമെങ്കിൽ ആ ചലനത്തിന് പറയുന്ന പേരാണ് 3 ഡയമെൻഷണൽ മോഷൻ. അപ്പൊ ഒരു പക്ഷി പറക്കുന്ന കേസ് ആലോചിക്കുക. അപ്പൊ അതിന് എക്സും അറിയണം, വൈയും അറിയണം, സെഡും അറിയണം, അല്ലെ? അപ്പം എക്സും വൈയും സെഡും അറിഞ്ഞാലേ സ്പേസിൽ ഒരു വസ്തുവിന്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പട്ടം പറക്കുക, പക്ഷി പറക്കുക, ഒരു വിമാനം പറക്കുക, അങ്ങനെയൊക്കെയുള്ള കേസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സ്ഫിയറിനെ നിങ്ങൾക്ക് പേപ്പറിൽ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഒരു ലഡുവിനെ നിങ്ങൾക്ക് പേപ്പറിൽ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന്റെ മുകളിൽ ഒരു ഉറുമ്പരിക്കുന്നത്, ലഡുവിന്റെ മുകളിൽ ഉറുമ്പരിക്കുന്നതിനെ എന്ത് പറയാം? 3 ഡയമെൻഷണൽ മോഷനാണ്. മോഷൻ ഇൻ സ്പേസ്, എക്സും വൈയും സെഡും വേണം പൊസിഷൻ കണ്ടെത്താൻ. അപ്പൊ മോഷൻ ഇൻ സ്പേസ് ഈസ് കോൾഡ് 3 ഡയമെൻഷണൽ മോഷൻ. മോഷൻ ഇൻ പ്ലെയിൻ ഈസ് കോൾഡ് 2 ഡയമെൻഷണൽ മോഷൻ. മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ ഈസ് കോൾഡ് 1 ഡയമെൻഷണൽ മോഷൻ. ഏത് എക്സാമ്പിൾ തന്നാലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം, ഇസ് ഇറ്റ് 1 or 2 or 3 ഡയമെൻഷണൽ മോഷൻ. അപ്പൊ ഇത്രയും വാക്കുകൾ ഓർമ്മിക്കും. അടുത്ത വാക്ക് ഞാൻ പറയുന്നത് പോയിന്റ് ഒബ്ജക്ട് എന്നാൽ എന്താണ്. നമ്മൾ എപ്പോഴും ഫിസിക്സിൽ ഉപയോഗിക്കുന്ന, ചലനവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പോയിന്റ് ഒബ്ജക്ട്. അതിൽ തന്നെ അർത്ഥമുണ്ട്, ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ 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 ചെറുത്. പോയിന്റ് ഒബ്ജക്ട്, ഒരു ഒബ്ജക്റ്റിനെ എപ്പോഴാണ് നമ്മൾ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക? വലിയൊരു ഒബ്ജക്റ്റിനെ നമുക്ക് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എങ്ങനെയാണെങ്കിൽ ആ വസ്തു സഞ്ചരിക്കുന്ന ദൂരം വളരെ വളരെ കൂടുതലാണെങ്കിൽ. ഫോർ എക്സാമ്പിൾ, പൊന്നാനി ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന ഒരു KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. പൊന്നാനിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ദൂരം 350 കിലോമീറ്ററാണ്. പക്ഷെ ആ KSRTC ബസിന്റെ നീളം പരമാവധി ഒരു 10 മീറ്ററാണ്. അപ്പൊ 10 മീറ്റർ നീളമുള്ള ഒരു ബസ് 350 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ഈ 10 മീറ്റർ 350 കിലോമീറ്ററിനെ അപേക്ഷിച്ച് വളരെ വളരെ ചെറുതാണ്. സഞ്ചരിക്കുന്ന ദൂരത്തിനെ അപേക്ഷിച്ച് വസ്തുവിന്റെ വലുപ്പം വളരെ ചെറുതാണെങ്കിൽ ആ വസ്തുവിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ അതും ആ വാക്കും നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റിവെക്കുക. ഇനി ഞാൻ വീണ്ടും ചലനം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഗ്രാഫുകൾ വരയ്ക്കേണ്ടി വരും. ഗ്രാഫുകൾ വരയ്ക്കുമ്പോൾ സാധാരണ എനിക്ക് പല ആക്സിസുകളും വരയ്ക്കണം. ആദ്യം നമുക്ക് പൊസിഷൻ കണ്ടെത്താൻ ഒരു ആക്സിസ് വേണ്ടി വരും. അപ്പൊ ഒരു പൊസിഷൻ കോർഡിനേറ്റ് വേണം. പൊസിഷൻ കോർഡിനേറ്റിൽ ഒരു ഭാഗം നമ്മൾ 0 എടുക്കും. അതിൽ നിന്ന് വലത്തോട്ടേക്ക് പോകുന്നത് പോസിറ്റീവായിട്ട് എടുത്താൽ ഇടത്തോട്ടേക്ക് പോകുന്നത് നെഗറ്റീവായിട്ട് എടുക്കും. 0 നിന്ന് മുകളിലേക്ക് പോകുന്നത് പോസിറ്റീവായിട്ട് എടുത്താൽ താഴേക്ക് വരുന്നത് നെഗറ്റീവായിട്ട് എടുക്കും. ഓക്കെ. പേപ്പറിന്റെ പുറത്തേക്ക് വരുന്നത് പോസിറ്റീവായിട്ട് എടുത്താൽ പേപ്പറിന്റെ ഉള്ളിലേക്ക് പോകുന്നത് നെഗറ്റീവായിട്ട് എടുക്കും. അപ്പൊ എക്സും വൈയും സെഡും ആണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ പൊസിഷനെ കാണിക്കാൻ എക്സോ വൈയോ സെഡോ പൊസിഷൻ കോർഡിനേറ്റ് ആയിട്ട് വേണം. അതിലൊരു 0 ഉണ്ടാവും. ഒരു ഭാഗത്തേക്ക് പോയാൽ പോസിറ്റീവ് ആവും, മറ്റേ ഭാഗത്തേക്ക് പോയാൽ നെഗറ്റീവായിട്ടും കാണിക്കും. രണ്ടാമത്തെ ടൈമുമായി ബന്ധപ്പെട്ട ഒരു ആക്സിസ് വേണം. സമയം മാറുമ്പോഴാണല്ലോ പൊസിഷനൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പറയുന്നത്. സമയത്തിന് എപ്പോഴും ഒരു 0 വേണം. സമയത്തിന്റെ 0 ഏതാണെന്ന് നമ്മൾ അന്വേഷിച്ച് നടക്കണ്ട, നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ നോക്കാൻ തുടങ്ങുന്ന സമയമാണ് സാധാരണ 0 എടുക്കുക. ഞാൻ ഇപ്പോഴാണ് ഒരു വസ്തുവിനെ ചലനം ശ്രദ്ധിക്കാൻ തുടങ്ങുന്നതെങ്കിൽ ഈ ടൈമിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? 0 ടൈം ആയിട്ട് എടുക്കാം. അപ്പൊ ഇനി വരാൻ പോകുന്ന സമയങ്ങളൊക്കെ എന്താണ്? പോസിറ്റീവാണ്. അപ്പൊ പോസിറ്റീവ് ടൈം ആക്സസ് വരും. എപ്പോഴെങ്കിലും നമുക്ക് ഇന്നലത്തെ കാര്യം പറയാൻ പറ്റുമോ? കഴിഞ്ഞ 1 മണിക്കൂറിന്റെ മുമ്പത്തെ കാര്യം നമുക്ക് ഇപ്പൊ നോക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് മുൻപത്തെ ടൈം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടൈം ഇമ്പോസിബിൾ ആണ്. അപ്പൊ ടൈമിന് ഒരിക്കലും നെഗറ്റീവ് വാല്യൂ ഉണ്ടാവില്ല. പൊസിഷനെ കാണിക്കുന്ന ആക്സസിന് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരാം, പക്ഷെ ടൈമിന് ഒരിക്കലും നെഗറ്റീവ് വാല്യൂ ഉണ്ടാവില്ല. 0-ൽ നിന്ന് പുറപ്പെട്ടാൽ പോസിറ്റീവ് ഡയറക്ഷനിൽ മാത്രം പോകും. അപ്പൊ ടൈം എപ്പോഴും പോസിറ്റീവ് വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ടൈം ഈസ് എ സ്കലാർ ക്വാണ്ടിറ്റിയാണ്, ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ്. പോസിറ്റീവ് വാല്യൂ മാത്രമേ ഉള്ളൂ. ഓർമ്മയിൽ വെക്കുക. അപ്പൊ ഈ 2 പൊസിഷൻ ആക്സിസും ടൈം ആക്സിസും നമ്മൾ ഓർമ്മയിൽ വെക്കണം. അടുത്ത കാര്യം ഞാൻ പറയാൻ പോകുന്ന കുറച്ച് ടേംസ് ആണ്. കൈനമാറ്റിക്സുമായി ബന്ധപ്പെട്ട്, ചലനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ 8-ലും 9-ലും ഒക്കെ നന്നായി സുപരിചിതമായ കുറച്ച് ടേംസ്. അതിൽ ആദ്യത്തെ ടേമാണ് ഡിസ്റ്റൻസ്. എന്താണ് ഡിസ്റ്റൻസ്? ഒന്ന് നോക്കുക. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എയിൽ നിന്നൊരു വസ്തു യാത്ര പുറപ്പെട്ടു. അയാൾക്ക് എത്തേണ്ടത് ബിയിലാണ്. പോകാൻ അയാൾക്ക് പല വഴികളിലൂടെ പോവാം. ഒന്നുകിൽ അയാൾക്ക് ഇങ്ങനെ പോവാം, കണ്ടോ?
അതായത് വളഞ്ഞു തിരിഞ്ഞിങ്ങനെ പോയി. വേറൊരു വഴി കൂടെ ഇങ്ങനെ പോയി. വേറൊരു വഴി കൂടെ അങ്ങനെ സ്ട്രൈറ്റ് ലൈൻ കൂടെ പോയി. അപ്പൊ 3 വഴി കൂടെ പോയി. ഈ വഴി കൂടെ പോവാം. 1, 2, 3. 3 പാത്ത് എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ അയാൾ എടുത്തു. ഏത് പാത്തിലൂടെയാണോ അയാൾ സഞ്ചരിച്ചത് ആ പാത്തിന്റെ നീളത്തിനെ പറയുന്ന പേരാണ് ഡിസ്റ്റൻസ്. അപ്പൊ വസ്തു ചലിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന വാക്കാണ് ഡിസ്റ്റൻസ്. മലയാളത്തിൽ ദൂരം എന്ന് പറയും. ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് കവേർഡ് ബൈ ദ ഒബ്ജക്ട്. വസ്തു സഞ്ചരിച്ച പാതയുടെ നീളത്തിനെ പറയുന്ന പേരാണ് ഡിസ്റ്റൻസ്. അപ്പൊ ഈ വഴി കൂടെ പോയത് വെച്ചാൽ ഈ പാതയുടെ നീളം അളക്കുക, അതാണ് ഡിസ്റ്റൻസ്. ഈ വഴി കൂടെയാണ് പോയതെങ്കിൽ ഈ വഴിയുടെ നീളം അളക്കുക, അതാണ് ഡിസ്റ്റൻസ്. ഏറ്റവും എളുപ്പത്തിൽ സഞ്ചരിക്കാവുന്ന വഴി നിങ്ങൾക്കറിയാം, എയിൽ നിന്ന് ബിയിലേക്ക് വരയ്ക്കുന്ന സ്ട്രൈറ്റ് ലൈൻ ആണ്. അപ്പൊ ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, സ്ട്രൈറ്റ് ലൈൻ. ഇനി ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി സ്കെലാർ ആണ്, അതിന് ദിശയില്ല. അപ്പൊ ഡിസ്റ്റൻസ് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. SI യൂണിറ്റ് മീറ്റർ ആണ്, ലെങ്ത് ആയതുകൊണ്ട് മീറ്റർ ആണ്. ഡയമെൻഷണൽ ഫോർമുല ക്യാപിറ്റൽ L ആണ്, അറിയാം. അപ്പൊ ഇറ്റ് ഇസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ബൈ എ ബോഡി. അപ്പൊ രണ്ടാമത്തെ വാക്കാണ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഇവര് ഒക്കെ സ്കൂളിൽ നന്നായി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഡിസ്പ്ലേസ്മെന്റ് ഇതേ കേസ് തന്നെ എടുക്കുക. എയിൽ നിന്ന് ബിയിലേക്ക് അയാൾക്ക് 3 വഴിയിലൂടെ പോകാന്ന് പറഞ്ഞു. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. ഒരു പ്രത്യേക ദിശയിലുള്ള സ്ഥലത്തിന്റെ മാറ്റമാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് എത്തിയാൽ അയാൾ ഏത് വഴി എടുത്തു എന്നുള്ളത് പ്രശ്നമല്ല, എവിടുന്ന് പുറപ്പെട്ടു എവിടേക്ക് എത്തി എന്നുള്ളത് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. നമ്മൾ ഒരു നോക്കുന്ന സമയം 0 സമയത്ത് ഇയാളുടെ പൊസിഷൻ x0 എന്ന് വിളിക്കുക. എങ്ങനെയാണ് നമ്മൾ ഈ പൊസിഷനെ കാണിക്കുക? Xോ Yോ സെറ്റോ ഉപയോഗിക്കാം. അപ്പൊ x0 എന്ന് കാണിച്ചാൽ 0 സമയത്തുള്ള പൊസിഷൻ, ബ്രാക്കറ്റിലിട്ടിരിക്കുന്ന ടൈമിനെയാണ്. കുറച്ചു നേരം കഴിഞ്ഞു t സെക്കൻഡ് ആയപ്പോൾ അയാൾ എത്തിയ സമയം പൊസിഷനാണ് b. അതിനെ നമുക്ക് വിളിക്കാം xt എന്ന് വിളിക്കാം. t സമയത്തുള്ള പൊസിഷൻ, 0 സമയത്തുള്ള പൊസിഷൻ. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് സാധാരണ ഉപയോഗിക്കുന്ന അക്ഷരം S ആണ്. ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. ഫൈനൽ പൊസിഷൻ t സമയം കഴിഞ്ഞപ്പോഴുള്ള പൊസിഷൻ xt, 0 സമയത്തുള്ള പൊസിഷൻ ആയത് ഇനീഷ്യൽ പൊസിഷൻ x0 ആണെങ്കിൽ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ്. പോയ വഴി ബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. അപ്പൊ ഏറ്റവും കുറഞ്ഞ ദൂരമാണ് എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് എടുക്കുക. സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. പോയ വഴിക്ക് യാതൊരു പ്രശ്നം, വളഞ്ഞു തിരിഞ്ഞു പോയാലൊന്നും കാര്യമില്ല. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ, അതായത് ഈ സ്ട്രൈറ്റ് ലൈനിലുള്ള നീളമാണ് ഡിസ്പ്ലേസ്മെന്റ് എന്നർത്ഥം. അപ്പൊ നോക്കൂ, ഒരു വസ്തു പോയിട്ട് തിരിച്ചു വടക്കൻ എത്തി വിചാരിക്കാം. എയിൽ നിന്ന് പുറപ്പെട്ടു ബി പോയി തിരിച്ച് എയിൽ നിന്ന് എത്തിയാൽ ഫൈനൽ പൊസിഷനും എ തന്നെ, ഇനീഷ്യൽ പൊസിഷനും എ തന്നെ. ഡിസ്പ്ലേസ്മെന്റ് എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പൊ തുടക്കവും ഒടുക്കവും മാത്രമേ നോക്കുന്നുള്ളൂ. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ട്രാവൽ. ഇങ്ങനെ വളഞ്ഞു പോയാലും ഇങ്ങനെ വളഞ്ഞു പോയാലൊക്കെ ഈ 3 കേസിലും 1, 2, 3 ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ട്. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും ഈ 3 മാത്രമാണ്. തുടക്കവും ഒടുക്കവും മാത്രം നോക്കിയാൽ ഫൈനൽ പൊസിഷനെ ഇനീഷ്യൽ പൊസിഷനെ കൂട്ടി വരയ്ക്കുന്ന സ്ട്രൈറ്റ് ലൈൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് ചുരുക്കം. കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഡയറക്ഷൻ ഉണ്ട് എന്ന് ചുരുക്കം. നേരത്തെ പറഞ്ഞ പോലെ ഡയമെൻഷൻ ഫോർമുല ക്യാപിറ്റൽ L ആണ്. SI യൂണിറ്റ് മീറ്റർ തന്നെയാണ്. അതിലൊന്നും വ്യത്യാസങ്ങളില്ല. ഡിസ്റ്റൻസിന് എപ്പോഴും പോസിറ്റീവ് വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഡിസ്പ്ലേസ്മെന്റിന് പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ ഉണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു 0 നിന്ന് തുടങ്ങി വലത്തോട്ടേക്ക് പോയത് പോസിറ്റീവ് ആണെങ്കിൽ ഇടത്തോട്ടേക്ക് പോകുന്നത് നെഗറ്റീവ് ആണ്. മുകളിലേക്ക് പോകുന്നത് പോസിറ്റീവ് ആണെങ്കിൽ താഴേക്ക് വരുന്നത് നെഗറ്റീവ് ആണ്. പേപ്പറിന്റെ പുറത്തേക്ക് വന്ന് തിരിച്ച് ഉള്ളിലേക്ക് പോകുന്നതാണെങ്കിൽ, പുറത്തേക്ക് വരുന്നത് പോസിറ്റീവ് ആണെങ്കിൽ പേപ്പറിന്റെ ഉള്ളിലേക്ക് പോകുന്നത്, അതായത് ബോർഡിന്റെ പുറത്തേക്ക് വരുന്നത് പോസിറ്റീവ് ആണെങ്കിൽ ബോർഡിന്റെ ഉള്ളിലേക്ക് പോകുന്നത് നെഗറ്റീവ് ആണ്. ഞാൻ പറഞ്ഞത് എക്സും വൈയും സെറ്റ് ആക്സിസുകളെ കുറിച്ച് തന്നെ പറഞ്ഞത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന് പോസിറ്റീവ് നെഗറ്റീവ് വരാം. വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഡയമെൻഷൻ ഫോർമുലയും യൂണിറ്റും ഒക്കെ ഡിസ്റ്റൻസിന്റെ പോലെ തന്നെയാണ്. ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഇപ്പൊ ഒരു വസ്തു പുറപ്പെട്ടു, എയിൽ നിന്ന് പുറപ്പെട്ടു, 1 മീറ്റർ പോയി ബിയിലെത്തി, തിരിച്ചിങ്ങോട്ട് വന്നു. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് എത്രയാണ്? 1 മീറ്റർ അങ്ങോട്ട് പോയി, 1 മീറ്റർ ഇങ്ങോട്ട് പോയി. അയാൾ സഞ്ചരിച്ചത് പാതയുടെ നീളം 1 മീറ്റർ അങ്ങോട്ട്, 1 മീറ്റർ ഇങ്ങോട്ട്, മൊത്തം 1 + 1 2 മീറ്റർ. അപ്പൊ ഡിസ്റ്റൻസ് ഈസ് 2 മീറ്റർ ആണെന്ന് അർത്ഥം. ഡിസ്പ്ലേസ്മെന്റോ? എയിൽ നിന്ന് പുറപ്പെട്ടു എയിലേക്ക് തന്നെ തിരിച്ചെത്തി. ഫൈനൽ പൊസിഷനും എ തന്നെ, ഇനീഷ്യൽ പൊസിഷനും എ തന്നെ. സോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് 0. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ഈസ് 0. അതിന് നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിസ്റ്റൻസ് കാണുമ്പോൾ ഒക്കെ പോസിറ്റീവ് ആണ്. 1 + 1 = 2 മീറ്റർ. എല്ലാം പോസിറ്റീവ് ആയിരിക്കുക. ആ സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് പറയുമ്പോൾ അങ്ങോട്ട് പോകുന്നത് +1 ആണെങ്കിൽ ഇങ്ങോട്ട് വരുന്നത് -1 ആണ്. സോ = 0. തുടങ്ങിയോടത്തേക്ക് തന്നെ തിരിച്ചെത്തിക്കൊണ്ട്. അപ്പോ ഡിസ്പ്ലേസ്മെന്റ് 0 ആകാം, പക്ഷെ ഡിസ്റ്റൻസ് 0 ആകാതിരിക്കാം ഒരു വസ്തുവിന് ഒരേ സമയത്ത് തുടങ്ങിയോടത്തേക്ക് തിരിച്ചെത്തുന്ന കേസിൽ.
അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, can a body have zero displacement with non-zero distance? Yes, it is possible. When it returns to its initial position, its distance is non-zero, but displacement is zero. തിരിച്ചു ക്വസ്റ്റ്യൻ ചോദിക്കാം, can a body have zero distance with non-zero displacement? ഡിസ്റ്റൻസ് പൂജ്യമായി ഡിസ്പ്ലേസ്മെന്റ് പൂജ്യമാവാതിരിക്കുമോ? ഒരിക്കലും പറ്റില്ല. ഡിസ്റ്റൻസ് പൂജ്യമായി എന്ന് പറഞ്ഞാൽ വസ്തു അനങ്ങിയിട്ടില്ല എന്നർത്ഥം. വസ്തു അനങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ഡിസ്പ്ലേസ്മെന്റ് പൂജ്യമല്ലാതിരിക്കുമോ? ഇല്ല, ഡിസ്പ്ലേസ്മെന്റും പൂജ്യമാവണം. അപ്പൊ അനങ്ങിയാൽ ഡിസ്റ്റൻസ് പൂജ്യമല്ല. അപ്പൊ നോൺ സീറോ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് വേണമെങ്കിൽ പൂജ്യമാവാൻ തുടങ്ങിയോടത്തേക്ക് തിരിച്ചെത്താം. തിരിച്ച് സീറോ ഡിസ്റ്റൻസ് ആണെങ്കിൽ പിന്നെ വസ്തു അനങ്ങാൻ പാടില്ല, അതായത് ഡിസ്പ്ലേസ്മെന്റും പൂജ്യമായിരിക്കണം. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് നോൺ സീറോ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റോങ്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഇനി നിങ്ങളോട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം, എയിൽ നിന്ന് പുറപ്പെട്ടു 1 മീറ്റർ ദൂരം ഇങ്ങനെ പോയി, അതായത് നേരെ പടിഞ്ഞാട്ടേക്ക് നടന്നു. ഇതിനെ വെസ്റ്റ് എന്നല്ല വിളിക്കാം, ഇതിനെ ഈസ്റ്റ് എന്ന് വിളിക്കാം, ഇതിനെ നോർത്ത് എന്ന് വിളിക്കാം, ഇതിനെ സൗത്ത് എന്ന് വിളിക്കാം. പിന്നെ അയാൾ 1 മീറ്റർ ദൂരം നേരെ വെർട്ടിക്കലായിട്ട് നോർത്തിലേക്ക് നടന്നു. അങ്ങനെ അയാൾ അപ്പൊ ഇവിടെ വഴി എത്തി, ഇവിടെ അവസാനം സിയിലെത്തി. വാട്ട് ഈസ് ദിസ് ഡിസ്റ്റൻസ് ആൻഡ് വാട്ട് ഈസ് ദിസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ ഉത്തരം എഴുതുക? ഡിസ്റ്റൻസ് ഈസ് 1 മീറ്റർ പ്ലസ് 1 മീറ്റർ, ദാറ്റ് ഈസ് 2 മീറ്റർ ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെന്റ് എന്താ എഴുതുക? ഫൈനൽ പൊസിഷൻ സി, ഇനീഷ്യൽ പൊസിഷൻ എ, രണ്ടാക്കാരും കൂടി കൂട്ടി വരയ്ക്കുക. ദിസ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. എന്നിട്ട് എറോ മാർക്ക് ഇടണം, ഇത് അങ്ങോട്ടാണ് പോയത്. അപ്പൊ വെക്ടർ ആണ്, ഡയറക്ഷൻ കാണിച്ചു. ഇനിയോ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഹൈപ്പോട്ടനസ് ആണല്ലോ അല്ലെ. സോ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു എ സി ആണ്, റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് 2 മീറ്റർ. അപ്പൊ എയിൽ നിന്ന് പുറപ്പെട്ട് ബി പോയിട്ട് സിയിലേക്ക് എത്തിയപ്പോ എങ്ങനെയാണ് പോയതെങ്കിൽ നേരെ സ്ട്രേറ്റ് ലൈനിൽ വെസ്റ്റിലേക്ക് നടന്നു, പിന്നെ നേരെ 1 മീറ്റർ കഴിഞ്ഞപ്പോ നേരെ നോർത്തിലേക്ക് നടന്നു. അങ്ങനെയാണെങ്കിൽ അയാളുടെ ടോട്ടൽ ഡിസ്റ്റൻസ് 2 മീറ്റർ ആണ്. പക്ഷെ അയാളുടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈ ഡയറക്ഷനിൽ റൂട്ട് 2 മീറ്റർ ആണ്. റൂട്ട് 2 1.41 ആണ്, 2 മീറ്ററിനേക്കാളും കുറവാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഒരിക്കലും ഡിസ്റ്റൻസിനേക്കാളും കൂടുതലാവില്ല. ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും ഈക്വൽ ആവും എപ്പോൾ അയാൾ സ്ട്രേറ്റ് ലൈൻ എയിൽ നിന്ന് സിയിലേക്ക് നേരെ ഇങ്ങനെ നടന്നാൽ അയാളുടെ ഡിസ്റ്റൻസും ഈ പറഞ്ഞ റൂട്ട് 2 മീറ്റർ ആവും, അയാളുടെ ഡിസ്പ്ലേസ്മെന്റും റൂട്ട് 2 മീറ്റർ ആവും. അപ്പൊ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും വേണമെങ്കിൽ ഈക്വൽ ആവാം, അല്ലാത്ത സമയത്തൊക്കെ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനേക്കാളും കൂടുതലാവും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാം, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മോഡുലസ് എടുത്തത്. ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഒരിക്കലും ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനേക്കാളും കുറവാവില്ല. തിരിച്ചെഴുതിയാൽ ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഈ സ്റ്റേറ്റ്മെന്റുകളും ഓർമ്മിക്കുക. ഇനി ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇതേപോലെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റിന്റെ ഒക്കെ കാണാം. ഇപ്പൊ ഒരു വട്ടത്തിൽ ഒരു വസ്തു കറങ്ങിയാൽ എയിൽ നിന്ന് പുറപ്പെട്ടു, നേരെ 6 റേഡിയസ്, ബിയിലേക്ക് എത്തി, നേരെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ബി പോയിന്റിലേക്ക് എത്തി, അങ്ങനെ കറങ്ങി. വാട്ട് ഈസ് ദിസ് ഡിസ്റ്റൻസ്? അയാളുടെ ഡിസ്റ്റൻസ് എത്രയാ? ഈ പകുതി വട്ടമാണ് കറങ്ങിയത്, ഈ പാകതാണ്. അപ്പൊ അയാളുടെ ഡിസ്റ്റൻസ് ഈസ് പൈ ആർ അല്ലെ. സർക്കംഫറൻസ് 2πr ആണ്, അതിന്റെ പകുതി കറങ്ങിയാൽ പൈ ആർ. ഡിസ്പ്ലേസ്മെന്റ് ഈസ് എയിൽ നിന്ന് പുറപ്പെട്ട് ബിയിലേക്ക് എത്തിയ സ്ട്രേറ്റ് ലൈൻ ഡയമീറ്റർ ആണ് അല്ലെ, 2r. നോക്കൂ, അപ്പൊ പൈ എന്ന് പറഞ്ഞാൽ 3.14 ആണ്. 3.14r ഈസ് ഗ്രേറ്റർ ദാൻ 2r. അപ്പൊ ഡിസ്റ്റൻസ് എപ്പോഴും വലുതാണ് ഡിസ്പ്ലേസ്മെന്റിനേക്കാളും എന്നർത്ഥം. ഇനി അയാൾ അങ്ങനെ തിരിഞ്ഞ് ഇവിടെ കെയിലേക്ക് തന്നെ തിരിച്ചെത്തി. വാട്ട് ഈസ് ഡിസ്റ്റൻസ്? ഒരു വട്ടം കംപ്ലീറ്റ് കറങ്ങിയാൽ 2πr. ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് എയിൽ നിന്ന് പുറപ്പെട്ട് കെയിലേക്ക് തന്നെ എത്തിയാൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് 0. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കൃത്യമായിട്ട് മനസ്സിലാക്കാം. അടുത്ത വാക്കിലേക്ക് ഞാൻ പോവാണ്, സ്പീഡ് ആൻഡ് വെലോസിറ്റി. വാട്ട് ഡു യു മീൻ ബൈ? ഇതൊക്കെ സ്കൂൾ പഠിച്ചതാണ്. സ്പീഡ് എന്താണ്, വെലോസിറ്റി എന്താണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. സ്പീഡ് ഈസ്, അപ്പൊ ചലനം തുടങ്ങിയാൽ നമുക്ക് ഉപയോഗിക്കുന്ന അടുത്ത വാക്കുകളാണ്, അടുത്ത ഒരു പെയർ ഓഫ് വാക്കുകളാണ്, വേർഡ്സ് ആണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ് സ്പീഡും വെലോസിറ്റി. രണ്ടെണ്ണത്തിന് എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു പോവാം. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ്. അപ്പോ ടൈം കൊണ്ട് ഡിസ്റ്റൻസിനെ ഡിവൈഡ് ചെയ്താൽ സ്പീഡ് കിട്ടും. വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 1 സെക്കൻഡ്. അപ്പോ ഡിസ്പ്ലേസ്മെന്റിനെ, നേരത്തെ പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റിനെ ഡിവൈഡ് ബൈ ടൈം കൊണ്ട് അടിച്ചാൽ യു ഗെറ്റ് വെലോസിറ്റി. അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് സ്പീഡ്. ഡിസ്പ്ലേസ്മെന്റ് ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് വെലോസിറ്റി. ഇതിനൊക്കെ റേറ്റ്, നിരക്ക് എന്നുള്ള അർത്ഥത്തിൽ പറയാം. റേറ്റ് ഓഫ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് സ്പീഡ്, റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് കോൾഡ് വെലോസിറ്റി. ടൈം റേറ്റ് ഓഫ് ഡിസ്റ്റൻസ് ഈസ് സ്പീഡ്, ടൈം റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് വെലോസിറ്റി. നല്ല ഭാഷയിൽ പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ് ഈസ് സ്പീഡ്, ഡിസ്പ്ലേസ്മെന്റ് ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് വെലോസിറ്റി. ടൈം ഈസ് എ സ്കലാർ ക്വാണ്ടിറ്റിയാണ്, പക്ഷെ ഡിസ്റ്റൻസും സ്കലാർ ക്വാണ്ടിറ്റിയാണ്. രണ്ട് സ്കലാർ ക്വാണ്ടിറ്റികൾ തമ്മിൽ എന്ത് ചെയ്താലും ഉത്തരം സ്കലാർ ആണ്. അതുകൊണ്ട് സ്പീഡ് സ്കലാർ ക്വാണ്ടിറ്റിയാണ്.
പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്, ടൈം സ്കെലാർ ആണ്. ഒരു വെക്ടർ ഒരു സ്കെലാറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ ഉത്തരം വെക്ടർ ആണ്. അതുകൊണ്ട് വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റിയാണ് ഡയറക്ഷൻ. സ്പീഡ് എപ്പോഴും പോസിറ്റീവ് വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ വെലോസിറ്റിക്ക് പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ ഉണ്ടാവും. ഡിസ്പ്ലേസ്മെന്റിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, അതുകൊണ്ട് വെലോസിറ്റിക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. ഇവിടെ ഡിസ്റ്റൻസിന് പോസിറ്റീവ് വാല്യൂ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് സ്പീഡിന് എപ്പോഴും പോസിറ്റീവ് വാല്യൂ മാത്രമേ ഉള്ളൂ. സ്പീഡിൽ ഒരിക്കലും ഡയറക്ഷൻ കൺസിഡർ ചെയ്യണ്ട, കാരണം സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. പക്ഷെ വെലോസിറ്റി പോകുമ്പോൾ ഏത് ദിശയിൽ പോകുന്നു എന്ന് പറയണം, കാരണം ഇറ്റ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഡയറക്ഷൻ കൺസിഡർ ചെയ്യണം. അപ്പൊ ഈ വാക്കുകൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോഴാണ് നമ്മൾ അടുത്ത വാക്ക് പറയുന്നത് വാട്ട് ഈസ് മെന്റ് ബൈ യൂണിഫോം സ്പീഡ്, അതുപോലെ തന്നെ യൂണിഫോം വെലോസിറ്റി. രണ്ട് വാക്കുകൾ. എന്താണ് യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ? ഒരു വസ്തു പോകുന്ന സ്പീഡ് എപ്പോഴും ഒരേപോലെയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് യൂണിഫോം സ്പീഡ്. അതായത് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. ആദ്യത്തെ ഒരു സെക്കൻഡിൽ 1 മീറ്റർ പോയി, രണ്ടാമത്തെ ഒരു സെക്കൻഡിലും 1 മീറ്റർ പോയി, മൂന്നാമത്തെ ഒരു സെക്കൻഡിലും 1 മീറ്റർ പോയി. അതായത് ഇങ്ങനെ ടൈം ഞാൻ വെച്ചു, അതുപോലെ തന്നെ അയാളുടെ പൊസിഷനും കാണിച്ചു. ടൈം പൊസിഷനെ ഞാൻ എക്സ് കാണിക്കണം. അപ്പൊ ഇവിടെ 0 സമയം 1 മീറ്റർ, 0 സമയത്ത് 0 മീറ്ററിൽ, ഇവിടെ സെക്കൻഡിലാണ്, ഇവിടെ മീറ്ററിലാണ്. നമ്മൾ സ്കൂൾ പഠിച്ചില്ല. 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 1 മീറ്ററിലെത്തി, 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 2 മീറ്ററിലെത്തി, 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അയാൾ 3 മീറ്ററിലെത്തി. അപ്പൊ അയാൾ ഒരേ സമയം കൊണ്ട് ഒരേ ദൂരമാണ് പോയത്. ആദ്യത്തെ ഒരു സെക്കൻഡിൽ 1 മീറ്റർ പോയി, അടുത്തൊരു സെക്കൻഡിൽ 1 മീറ്റർ പോയി, അടുത്തൊരു സെക്കൻഡിൽ 1 മീറ്റർ പോയി. അതുകൊണ്ട് ഇറ്റ് ഈസ് മൂവിംഗ് വിത്ത് യൂണിഫോം സ്പീഡ്. അപ്പൊ യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം ആണെങ്കിൽ ദാറ്റ് ഈസ് സെറ്റ് ടു ബി മൂവിംഗ് വിത്ത് യൂണിഫോം സ്പീഡ്. ഇങ്ങനത്തെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലാവും. അതേ സമയത്ത് യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഈസ് യൂണിഫോം. വെലോസിറ്റി യൂണിഫോം ആണെങ്കിൽ പ്രത്യേക കണ്ടീഷൻ ഉണ്ട്, ഡയറക്ഷനും കൂടി മാറാതിരിക്കണം. സ്പീഡ് മാത്രം മാറാതിരുന്നാൽ പോരാ, ഡയറക്ഷനും കൂടി മാറാതിരിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സെറ്റ് ടു ബി മൂവിംഗ് വിത്ത് യൂണിഫോം വെലോസിറ്റി. സ്പീഡ് മാത്രം യൂണിഫോം ആണെങ്കിൽ യൂണിഫോം സ്പീഡാണ്. സ്പീഡും ഡയറക്ഷനും മാറിയിട്ടില്ലെങ്കിൽ, തുല്യ സമയം കൊണ്ട് തുല്യ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ, തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം പോകണം, ഒപ്പം അതിന്റെ ഡയറക്ഷനും മാറാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് സെറ്റ് ടു ബി മൂവിംഗ് വിത്ത് യൂണിഫോം വെലോസിറ്റി. അപ്പൊ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരേ സ്പീഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് പറയാം ഡയറക്ഷൻ മാറുന്നില്ല, തിരിച്ചു വരുന്നില്ല, എവിടേക്കും തിരിയുന്നില്ല, മറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് മൂവിംഗ് വിത്ത് യൂണിഫോം വെലോസിറ്റി. അതേ സമയത്ത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കുറച്ച് ദൂരം ഒരേ സ്പീഡിൽ അങ്ങോട്ട് പോയി, പിന്നെ അയാൾ ഇങ്ങോട്ട് തിരിഞ്ഞു പോകുന്നു. അപ്പൊ ഡയറക്ഷൻ മാറി, സ്പീഡ് മാറിയിട്ടില്ല. യൂണിഫോം സ്പീഡ് തന്നെയാണ്, പക്ഷെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിയതുകൊണ്ട് നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറയാം. അപ്പൊ അതിന്റെ വിപരീതമാണ് നോൺ യൂണിഫോം വെലോസിറ്റിയും നോൺ യൂണിഫോം സ്പീഡും. ഒരു വസ്തു ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്ലോക്കിലെ സൂചിനെ നിങ്ങൾ നോക്കിക്കോളൂ. അപ്പൊ എപ്പോഴും ഒരേ സ്പീഡിലാണ് ഒരു സൂചി കറങ്ങുക, അല്ലെ? സെക്കൻഡ് സൂചി എപ്പോഴും ഒരേ സ്പീഡിലാണ് കറങ്ങുക. അപ്പൊ അങ്ങനെ കറങ്ങുന്നതിന്റെ സ്പീഡ് സെയിം ആണ്. അപ്പൊ യൂണിഫോം സ്പീഡാണ് ഈ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഒരേ സ്പീഡിലാണ് കറങ്ങുന്നതെങ്കിൽ. ബട്ട് അതിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് എങ്ങനെ ഡയറക്ഷൻ കാണാൻ പറ്റും? ഈ പോയിന്റിലെ ഡയറക്ഷൻ കാണാൻ അവിടെ വെച്ചിട്ട് സ്പർശരേഖ വരയ്ക്കുക, ടാൻജന്റ് വരയ്ക്കാന്ന് പറയും. ഈ പോയിന്റിലാണ് ഡയറക്ഷൻ കാണണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് ടാൻജന്റ് വരയ്ക്കുക. ഇവിടെ വെച്ചിട്ടാണ് ഡയറക്ഷൻ കാണണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് ടാൻജന്റ് വരയ്ക്കുക. ഇവിടെ വെച്ചിട്ടാണ് ഡയറക്ഷൻ കാണണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് ടാൻജന്റ് വരയ്ക്കുക. ഇവിടെ വെച്ചിട്ടാണ് ഡയറക്ഷൻ കാണണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് ടാൻജന്റ് വരയ്ക്കുക. ഈ ഡയറക്ഷൻ തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതായത് ഒരു കയറിന്റെ തറ്റത്ത് കല്ല് കെട്ടി കറക്കുമ്പോ കയറ് പൊട്ടിയാൽ കല്ല് പോകുന്ന ദിശ, അതന്നെയാണ് ടാൻജന്റ് എന്ന് പറയാം, സ്പർശരേഖ എന്ന് പറയും. അതായത് അവിടെ വെച്ച് അയാളുടെ ഡയറക്ഷൻ ഓഫ് മോഡിലൂടെയാണ്, സ്പർശരേഖയിലൂടെയാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പൊ തുടർച്ചയായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളുടെ ഡയറക്ഷൻ തുടർച്ചയായിട്ട് മാറുന്നുണ്ട്. അപ്പൊ എപ്പോഴും അതെന്താണ്? നോൺ യൂണിഫോം വെലോസിറ്റിയാണ്. കാരണം അത് ഒരേ സ്പീഡിൽ കറങ്ങാം, വാച്ചിലെ സൂചിയുടെ പോലെ. അപ്പൊ അത് യൂണിഫോം സ്പീഡാണ്, പക്ഷേ ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് നോൺ യൂണിഫോം വെലോസിറ്റിയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു ഒബ്ജക്റ്റിന് യൂണിഫോം വെലോസിറ്റി വിത്ത് നോൺ യൂണിഫോം സ്പീഡ് വിത്ത് നോൺ യൂണിഫോം വെലോസിറ്റി പോസിബിൾ ആണോ? യെസ്. ഡ്യൂറിംഗ് യൂണിഫോം സർക്കുലാർ മോഷൻ, ഒരേ സ്പീഡിൽ ഒരു സർക്കിളിന്റെ മുകളിൽ കറങ്ങുന്ന സമയത്ത്, യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സ്പീഡിൽ ഒരു സർക്കുലാർ പാത്തിലൂടെ കറങ്ങുന്നതിനെ പറയുന്ന പേരാണ് യൂണിഫോം സർക്കുലാർ മോഷൻ. അപ്പൊ യൂണിഫോം സർക്കുലാർ മോഷനിൽ സ്പീഡ് ഈസ് യൂണിഫോം ബട്ട് ഡയറക്ഷൻ ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്, സോ വെലോസിറ്റി ഈസ് നോൺ യൂണിഫോം. വെലോസിറ്റി മാറുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയാം. അപ്പൊ അത് ഓർമ്മയിൽ വെക്കുക. തിരിച്ച് യൂണിഫോം വെലോസിറ്റി വിത്ത് നോൺ യൂണിഫോം സ്പീഡ് പോസിബിൾ ആണോ? അല്ല. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്പീഡ് മാറരുത്, ഡയറക്ഷൻ മാറരുത്. പിന്നെ നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയാൻ പാടുമോ? അവിടെ സ്പീഡ് മാറിയില്ലേ? അപ്പൊ രണ്ടും കൂടിയിട്ട് ഒരേ സമയത്ത് പറയാൻ പാടില്ല. യൂണിഫോം വെലോസിറ്റി വിത്ത് നോൺ യൂണിഫോം സ്പീഡ് ഇമ്പോസിബിൾ. യൂണിഫോം സ്പീഡ് വിത്ത് നോൺ യൂണിഫോം വെലോസിറ്റി ഈസ് പോസിബിൾ ഡ്യൂറിംഗ് യൂണിഫോം സർക്കുലാർ മോഷൻ. അപ്പൊ ആ രണ്ട് വാക്കുകൾ, സ്പീഡ് എന്താണ് മനസ്സിലായി, വെലോസിറ്റി എന്താ മനസ്സിലായി, യൂണിഫോം സ്പീഡ് എന്താ മനസ്സിലായി, യൂണിഫോം വെലോസിറ്റി എന്താ മനസ്സിലായി. ഇനി ഈ പറഞ്ഞ പോലെ സ്പീഡ് മാറുകയാണ്, വെലോസിറ്റി മാറി. സ്പീഡ് മാറിയാൽ അപ്പോൾ വെലോസിറ്റി മാറി. കാരണം എന്താ? വെലോസിറ്റി മാറാൻ സ്പീഡ് മാറിയാൽ മതി, ഡയറക്ഷൻ മാറുന്നില്ല. ഒന്നുകിൽ സ്പീഡ് മാറാം, അല്ലെങ്കിൽ ഡയറക്ഷൻ മാറാം, അല്ലെങ്കിൽ രണ്ടും കൂടി മാറാം. either speed changes or direction changes or both changes, then it is said to be non-uniform velocity. സ്പീഡ് മാത്രം മാറുകയാണെങ്കിൽ അതിനെ നോൺ യൂണിഫോം സ്പീഡ് എന്നും പറയും. അപ്പൊ നോൺ യൂണിഫോം സ്പീഡ്, നോൺ യൂണിഫോം വെലോസിറ്റി എന്താണെന്നുള്ള കാര്യം ധാരണയിൽ ഉണ്ടാവുക. അങ്ങനെ നോൺ യൂണിഫോം
സ്പീഡും വെലോസിറ്റിയും പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ്. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ശരാശരി കാണുക, ആവറേജ്. ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി എന്താണ് എന്നുള്ളത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇവിടെ പ്രോബ്ലങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു, ഇതാണ് ഫോർമുല, ടോട്ടൽ ഡിസ്റ്റൻസ്, ഒരു വസ്തു സഞ്ചരിച്ച ആകെ ദൂരത്തിനെ ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം കൊണ്ട് ഹരിച്ചാൽ യു ഗെറ്റ് ആവറേജ് സ്പീഡ്. ഇതുപോലെ ആവറേജ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു, ഒരു സ്കലാർ വെക്ടർ ആണെന്നുള്ള വ്യത്യാസം തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെ വേഗം എഴുതാം, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റിനെ ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആവറേജ് വെലോസിറ്റി. ഈ ഭാഗം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. എന്താണ് ടോട്ടൽ ഡിസ്റ്റൻസ്? ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ പൊന്നാനിയിൽ നിന്ന് പുറപ്പെട്ട് തൃശ്ശൂർക്ക് പോയി, കാറിൽ പോയി. 50 കിലോമീറ്റർ ആണ് ദൂരം. ഞാൻ സഞ്ചരിക്കാൻ എടുത്ത സമയം 2 മണിക്കൂറാണ്. അപ്പൊ ഇവിടുന്ന് ഞാൻ 2 മണിക്കൂർ എടുത്ത് 50 കിലോമീറ്റർ ദൂരത്തുള്ള തൃശ്ശൂർ എത്തി. പല വഴികളിലൂടെ എനിക്ക് പോകാൻ വേണമെങ്കിൽ, എന്തായാലും ഞാൻ സഞ്ചരിച്ച ദൂരം 50 കിലോമീറ്ററാണ്. അങ്ങനെ ഞാൻ എവിടെ എത്തി? 2 മണിക്കൂർ കഴിഞ്ഞപ്പോ തൃശ്ശൂരെത്തി. എല്ലാ സമയത്തും ഞാൻ 50 ഒരേ സ്പീഡിലാവുക പോയിട്ടുണ്ടാവുക. ഭയങ്കര തിരക്കുള്ള ട്രാഫിക്കുള്ള റോഡിലാണെങ്കിൽ ഞാൻ ബ്രേക്ക് അമർത്തി മെല്ലെ പോയിട്ടുണ്ടാവും. നല്ല തിരക്കൊഴിഞ്ഞ നല്ല റബ്ബറൈസ്ഡ് റോഡാണെങ്കിൽ നല്ല സ്പീഡിൽ പോയിട്ടുണ്ടാവും. സിഗ്നലിൽ എത്തുമ്പോൾ ചിലപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ പല വേഗത്തിലാണ് ഞാൻ എവിടേക്ക് എത്തിയത്? തൃശ്ശൂർക്ക് എത്തിയത്. ഡയറക്ഷൻ മാറിയിട്ടുണ്ട്, സ്പീഡ് മാറിയിട്ടുണ്ട്. അപ്പൊ നോൺ യൂണിഫോം സ്പീഡാണ്, നോൺ യൂണിഫോം വെലോസിറ്റിയാണ്. അപ്പോഴാണ് ഞാൻ എന്റെ എവറേജ് സ്പീഡ് കണക്കാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് എവറേജ് സ്പീഡ് കാണാൻ? ആകെ സഞ്ചരിച്ച ദൂരത്തിനെ ആകെ സഞ്ചരിക്കാൻ എടുത്ത സമയം കൊണ്ടിരിക്കുക. ഞാൻ ഇവിടുന്ന് തൃശ്ശൂർക്ക് എത്തുമ്പോൾ ആകെ സഞ്ചരിച്ചത് 50 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കുക. അതിനടുത്ത സമയം 2 മണിക്കൂറാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്റെ ആവറേജ് സ്പീഡ് എത്രയാണ്? 50 കിലോമീറ്റർ ബൈ 2 മണിക്കൂർ. ഉത്തരം 25 കിലോമീറ്റർ പെർ അവർ എന്നർത്ഥം. ക്ലിയർ ആയി? വാട്ട് ഈസ് മൈ ആവറേജ് വെലോസിറ്റി? ഇവിടെ ഡയറക്ഷൻ ഒന്നും നോക്കണ്ട, തുടക്കം കൊടുക്കും മാത്രം നോക്കിയാൽ മതി. 50 കിലോമീറ്റർ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം 2 മണിക്കൂർ തന്നെയാണ്. ആവറേജ് വെലോസിറ്റി ഈസ് ആൾസോ 25 കിലോമീറ്റർ പെർ അവർ. ക്ലിയർ ആയി? ഇനി ഞാൻ തിരിച്ച് 3 മണിക്കൂർ എടുത്ത് തിരിച്ചു വരുമ്പോൾ ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു വിചാരിക്കുക. സ്പീഡിൽ അത്രയൊന്നും ഓടിക്കാൻ പറ്റില്ല. തിരിച്ച് പൊന്നാനിയിലേക്ക് എത്തി 3 മണിക്കൂറും കൂടി എടുത്തു. അപ്പൊ വീണ്ടും 50 കിലോമീറ്റർ ഇങ്ങോട്ട് തന്നെ പോന്നു. പക്ഷെ 3 മണിക്കൂർ എടുത്തു. അപ്പൊ ഞാൻ പൊന്നാനിയിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയുള്ള തൃശ്ശൂർക്ക് 2 കിലോമീറ്റർ എടുത്തു പോയി. തിരിച്ച് തൃശ്ശൂരിൽ നിന്ന് 3 മണിക്കൂർ എടുത്തുകൊണ്ട് 50 കിലോമീറ്റർ പുറത്ത് തിരിച്ചുകൊണ്ട് പൊന്നാനിയിലേക്ക് എത്തി. ഇപ്പൊ പൊന്നാനിയിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ച് ഞാൻ പൊന്നാനിയിൽ തന്നെ എത്തി. എത്ര സമയം എടുത്തു? 2 മണിക്കൂർ അങ്ങോട്ട്, 3 മണിക്കൂർ ഇങ്ങോട്ട്, മൊത്തം 5 മണിക്കൂർ. ആകെ എത്ര ദൂരം? അങ്ങോട്ട് 50 കിലോമീറ്റർ, ഇങ്ങോട്ടും 50 കിലോമീറ്റർ. ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ്, എല്ലാം പോസിറ്റീവായിട്ട് എടുക്കണം, 50 കിലോമീറ്റർ പ്ലസ് 50 കിലോമീറ്റർ 100 കിലോമീറ്റർ. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ്, ഫൈനൽ പൊസിഷൻ ഈസ് പൊന്നാനി, ഇനിഷ്യൽ പൊസിഷൻ ഈസ് പൊന്നാനി. സോ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് 50 പ്ലസ് കിലോമീറ്റർ, പിന്നൊരു 50 മൈനസ് കിലോമീറ്റർ. അപ്പൊ 50 മൈനസ് 50 തരം 0 കിലോമീറ്റർ, അല്ലെങ്കിൽ തുടക്കം കൊടുക്കും സെയിം ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് 0. So what is my average speed? Average speed is total distance by total time. Total distance is 100 kilometer by total time is 5 മണിക്കൂർ. ഇപ്പൊ 100 by 5 ഉത്തരം 20 കിലോമീറ്റർ പെർ അവർ ആണ് എന്റെ ആവറേജ് സ്പീഡ്. What is my average velocity? Total displacement is 0 divided by total time is again 5 hours. 0 divided by 5, answer is 0. So my average velocity is 0. വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ആവറേജ് വെലോസിറ്റി വേണമെങ്കിൽ 0 ആവാം. പക്ഷെ ആവറേജ് സ്പീഡ് ചലനത്തിൽ ഒരിക്കലും 0 ആകില്ല. വസ്തു ചലിച്ചുകൊണ്ടിരുന്നു എങ്കിൽ ഒരിക്കലും ആവറേജ് സ്പീഡ് 0 അല്ല. പക്ഷെ ആവറേജ് വെലോസിറ്റി 0 ആകാം. ഒരേ സ്പീഡിൽ ഒരേ ഡയറക്ഷനിൽ പോകുന്ന മോഷനെ പറയുന്ന പേരാണ് യൂണിഫോം മോഷൻ. യൂണിഫോം വെലോസിറ്റിയിലുള്ള മോഷനെ പറയുന്ന പേരാണ് യൂണിഫോം മോഷൻ. അപ്പൊ പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്, യൂണിഫോം മോഷനിലെ ആവറേജ് സ്പീഡ് എത്രയാണ്? യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് മാറുന്നില്ല. ആവറേജ് സ്പീഡ് ഈസ് സിംപ്ലി യൂണിഫോം സ്പീഡ് തന്നെ. യൂണിഫോം മോഷനിലെ ആവറേജ് വെലോസിറ്റി എത്രയാണ്? യൂണിഫോം മോഷനിൽ ഒരിക്കലും വെലോസിറ്റി മാറുന്നില്ല, കാരണം ഡയറക്ഷൻ മാറുന്നില്ല, സ്പീഡ് മാറുന്നില്ല. അതുകൊണ്ട് യൂണിഫോം മോഷനിലെ ആവറേജ് വെലോസിറ്റി ഈസ് സിംപ്ലി യൂണിഫോം വെലോസിറ്റി. അപ്പൊ ഈ 2 വാക്കുകൾ ഓർമ്മിക്കുക, ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് 2-3 പ്രോബ്ലങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. അതിനു മുമ്പ് ഞാൻ ഒരു വാക്ക് കൂടി പറയാം. ഇങ്ങനെ തുടർച്ചയായിട്ട് വെലോസിറ്റി മാറുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വേറൊരു വാക്ക്, ഇൻസ്റ്റന്റേനിയസ്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഓർ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് എന്ന് പറഞ്ഞാൽ ഓരോ ഇൻസ്റ്റന്റിലുള്ള സ്പീഡിനെ പറയുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഓരോ ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റിയെ പറയുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഒരു കല്ല് താഴേക്ക് ഇടുമ്പോൾ തുടർച്ചയായിട്ട് സ്പീഡ് കൂടുന്നുണ്ട് അല്ലെ, വെലോസിറ്റിയും തുടർച്ചയായിട്ട് കൂടുന്നുണ്ട്. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ തുടർച്ചയായിട്ട് സ്പീഡ് കുറയുന്നുണ്ട്, തുടർച്ചയായിട്ട് വെലോസിറ്റി കുറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വരുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് തുടർച്ചയായിട്ട് സ്പീഡ് മാറുന്നുണ്ടെങ്കിൽ. തുടർച്ചയായിട്ട് ഒരു കാർ ഓടിക്കുമ്പോൾ തുടർച്ചയായിട്ട് സ്പീഡ് മാറുന്നുണ്ട്, ഇടയ്ക്ക് കൂടും കുറയുകയൊക്കെ ചെയ്യും. അപ്പൊ നമ്മളെ സ്പീഡോമീറ്ററിൽ കാണുന്ന സാധനം ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്.
ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അല്ല. കാരണം എന്താ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പറയുമ്പോൾ ഡയറക്ഷൻ കൂടി പറയണം. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് പറയുമ്പോൾ ഡയറക്ഷൻ പറയണ്ട. കാറിൽ നമ്മൾ ഡയറക്ഷൻ ഒന്നും കാണുന്നില്ല സ്പീഡോമീറ്റർ. അപ്പൊ സ്പീഡോമീറ്ററിൽ എന്താണ് റീഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഉത്തരം ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. എവറേജ് സ്പീഡൊന്നുമല്ല, യൂണിഫോം സ്പീഡൊന്നുമല്ല. കാരണം തുടർച്ചയായിട്ട് മാറുന്നുണ്ട്. എവറേജും അല്ല കാണുന്നത്, ഇൻസ്റ്റന്റ്. ആ ഇൻസ്റ്റന്റിൽ എത്രയാണ് സ്പീഡ് എന്നുള്ളതാണ്. 40 കിലോമീറ്റർ പറയുന്നുണ്ട്, ആ ഇൻസ്റ്റന്റില്ല. അടുത്ത സെക്കൻഡിൽ ചിലപ്പോൾ 38 ആവും, അടുത്ത ഇൻസ്റ്റന്റിൽ ചിലപ്പോൾ 50 ആവും. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ് കാറിൽ കാണാം. ഓരോ ഇൻസ്റ്റന്റിലുള്ള സ്പീഡിനെ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയും. ഓരോ ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റിയെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയും. ഏകദേശം അതിനെങ്ങനെ കാണിക്കാം? V is equal to ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ എന്നുള്ളത് വായിക്കാം. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്, ലിമിറ്റ് എന്നാണ് വായിക്കുക. ഡെൽറ്റ ടി ടെൻഡിങ് ടു 0. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ടൈമിന്റെ ഇന്റർവെൽ ആണ്. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ അതിൽ സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഈ ചെറിയ ടൈം ഇന്റർവെലിനെ കാണിക്കാനാണ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0 എന്ന് പറഞ്ഞത്. ടെൻഡിങ് ടു എന്ന് വായിക്കുക, ഏറോ മാർക്ക്. അപ്പൊ ലിമിറ്റ് ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഡെൽറ്റ ടി ടെൻഡിങ് ടു 0 എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സമയം കൊണ്ട്, പൂജ്യത്തിനോട് അടുത്തൊരു ചെറിയ സമയം കൊണ്ട് സഞ്ചരിച്ച ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡെൽറ്റ എക്സ്. അപ്പൊ കാരണം എന്താ, തുടർച്ചയായിട്ട് ഈ ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ സമയം കൊണ്ട് ഒരേ ദൂരം അല്ല പോകുന്നത്. കാരണം എന്താ, നോൺ യൂണിഫോം മോഷൻ ആണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ചെറിയ സമയത്തിനെടുക്കുക. ആ ചെറിയ സമയം കൊണ്ട് സഞ്ചരിച്ച ചെറിയ ദൂരം ഉണ്ടാവും. ആ ചെറിയ ദൂരം ബൈ ചെറിയ സമയത്തിനെ പറയുന്നവരാണ് ആ ഇൻസ്റ്റന്റിലെ സ്പീഡ് എന്നർത്ഥം. ഇതിനെ ചുരുക്കിയിട്ട് ഇങ്ങനെ എഴുതും, ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയും. പിന്നീട് നമ്മൾ വിശദമായിട്ട് പഠിക്കും. dx by dt എന്നും വായിക്കാം. dx by dt പിന്നീട് നമുക്ക് വിശദമായിട്ട് ചെയ്യാം. ഇതിനെ പറയാം ഡിഫറൻഷ്യൽ ഫോം, ഇതിനെ പറയാം ലിമിറ്റ്സ് എന്നൊക്കെ പറയും. ഇങ്ങനെ എഴുതുന്നത് തന്നെയാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, അല്ലെങ്കിൽ അത് വെക്ടറായിട്ട് എഴുതിയാൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പൊ ഈ രണ്ട് വാക്കുകൾ കൂടി ഓർമ്മയിൽ വെക്കുക. അപ്പോഴാണ് നമ്മൾ ഈ ആവറേജ് സ്പീഡ് ആവറേജ് വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട് ചില പ്രോബ്ലങ്ങൾ നമ്മൾ പബ്ലിക് എക്സാമിനേഷൻ ചോദിക്കും. ഞാൻ ചില ക്വസ്റ്റ്യൻസ് ചെയ്യാം, ശ്രദ്ധിക്കുക. ഒരു വസ്തു പ്രോബ്ലം ശ്രദ്ധിക്കാനായിട്ടാണ്. എയിൽ നിന്ന് പുറപ്പെട്ടു, അയാള് കുറച്ചു ദൂരം പോയി ബിയിലെത്തി. സ്ട്രൈറ്റ് ലൈനിലാണ് പോയത്. അങ്ങോട്ട് പോയ സ്പീഡ് v1 ആണ്. അയാള് അതേ സ്ട്രൈറ്റ് ലൈനിലൂടെ തിരിച്ചു വന്നു, പക്ഷെ തിരിച്ചു വന്ന സ്പീഡ് v2 ആണ്. അങ്ങോട്ട് പോയത് ഒരേ സ്പീഡിലാണ് പോയത്, ഒരേ സ്ട്രൈറ്റ് ലൈനിലാണ് പോയത്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ അതേ സ്ട്രൈറ്റ് ലൈൻ തന്നെയാണെങ്കിൽ സ്പീഡ് മാറി, v2 ആണ്. അങ്ങനെ തിരിച്ച് എയിൽ തന്നെ എത്തി. വാട്ട് ഈസ് ഹിസ് ആവറേജ് സ്പീഡ് ആൻഡ് വാട്ട് ഈസ് ഹിസ് ആവറേജ് വെലോസിറ്റി? ആവറേജ് വെലോസിറ്റി ഇപ്പൊ നമുക്ക് ഈ കേസിൽ വളരെ എളുപ്പമാണ്. എന്താണ് ആവറേജ് വെലോസിറ്റി? ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം, അല്ലെ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? എ എന്ന് പുറപ്പെട്ട് ബിയിലേക്ക് പോയി തിരിച്ച് എയിലേക്ക് എത്തിയ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 0 ബൈ ടോട്ടൽ ടൈം. അങ്ങനെ തന്നെ ഉണ്ട്. ടോട്ടൽ ടൈം ഒന്നും നമുക്ക് തന്നില്ല. ഈക്വൽ ടു എന്തായാലും 0. ആവറേജ് വെലോസിറ്റി തുടങ്ങിയോടത്തേക്ക് തിരിച്ചെത്തുന്നതുകൊണ്ട് 0 ആണ്. ആവറേജ് സ്പീഡ് എത്ര നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകും. ഡയറക്ഷൻ പറഞ്ഞുകൊണ്ടാണ് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും വ്യത്യാസമായത്. ഡയറക്ഷൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി ഒക്കെ സെയിം തന്നെ. അപ്പൊ നമുക്ക് ആവറേജ് സ്പീഡ് കാണാൻ പോകാം. അപ്പൊ നമുക്ക് ഇതിൽ ഡിസ്റ്റൻസ് തന്നിട്ടില്ല, ടൈമും തന്നിട്ടില്ല, ആകെ തന്നത് സ്പീഡാണ്. ലെറ്റ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരത്തിനെ നമുക്ക് സങ്കല്പിക്കാം, ലെറ്റ് ഇറ്റ് ബി എക്സ്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും വരിക? ടോട്ടൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു എക്സ്. എയിൽ നിന്ന് ബിയിലേക്ക് തിരിച്ച് വീണ്ടും ബിയിൽ നിന്ന് എക്സ് ഇങ്ങോട്ടും. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് എക്സ് പ്ലസ് എക്സ്, 2x. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് 2x. അങ്ങോട്ട് ഞാൻ എക്സ്, തിരിച്ച് ഇങ്ങോട്ടൊരു എക്സ്. അതേസമയത്ത് ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ടുള്ള പ്ലസ് എക്സ് എടുത്താൽ ഇങ്ങോട്ടുള്ള മൈനസ് എക്സ് എടുക്കണം. അങ്ങനെ എക്സ് മൈനസ് എക്സ്, അങ്ങനെയാണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 0. പക്ഷെ ടോട്ടൽ ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആണ്. അപ്പൊ 2x ആയി. ഇനി നമുക്ക് ടൈമൊന്നും തന്നില്ല. ആദ്യത്തെ ടൈം ഞാൻ കാണാൻ പോകണം, t1. എന്തിനുള്ള ടൈമാണ്? എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ എടുത്ത സമയം എത്രയാണ്? ദാറ്റ് ഈസ് t1 ഈക്വൽ ടു എത്രയാണ്? ടൈം കാണാനുള്ള വഴി എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, അല്ലെ? ഡിസ്റ്റൻസ് എക്സ്, എയിൽ നിന്ന് ബിയിലേക്ക്. സ്പീഡ് എത്രയാ? v1 സ്പീഡിലാണ്. അപ്പൊ x ബൈ v1. ഓക്കെ. ഇതേപോലെ ബിയിൽ നിന്ന് എയിലേക്ക് എത്താൻ എടുക്കുന്ന സമയം t2 ഇസ് ഈക്വൽ ടു അവിടെ നിന്നുള്ള ദൂരം അത് തന്നെയാണ് എക്സ് ഡിവൈഡ് ബൈ സ്പീഡ് എത്രയും v2. അറിയാലോ അല്ലെ? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. Therefore time is equal to distance by speed. അപ്പൊ x by v1 ആണ് അങ്ങോട്ട് എടുത്ത സമയം, x by v2 ആണ് ഇങ്ങോട്ട് എടുത്ത സമയം. Therefore total time, ഞാൻ tt എന്ന് എഴുതിയത് ടോട്ടൽ ടൈം ആണ്, ഈക്വൽ ടു t1 പ്ലസ് t2 ഈക്വൽ ടു x by v1 പ്ലസ് x by v2. ഓക്കെ. സിംപ്ലിഫൈ ചെയ്യാമാണെങ്കിൽ ഡിനോമിനേറ്ററിൽ v1 v2 അല്ലെ, ഇപ്പുറത്ത് v2x പ്ലസ് v1x. ശരിയാണല്ലോ? ഈക്വൽ ടു v1 പ്ലസ് v2 കോമൺ ഫാക്ടർ എടുക്കാം, ഓൾ ഇൻറ്റു എക്സ് ബൈ v1 v2. ശരിയായി. v1 പ്ലസ് v2 ബ്രാക്കറ്റ് ഇട്ടു, എക്സ് പുറത്തേക്ക് പോയി. v2 പ്ലസ് v1 എഴുതാം, v1 പ്ലസ് v2 എഴുതാം, ഒക്കെ തന്നെ ഡിവൈഡ് ബൈ. അപ്പൊ ടോട്ടൽ ടൈമും കിട്ടി, ടോട്ടൽ ഡിസ്റ്റൻസും കിട്ടി. സോ ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം
equal to total distance is 2x. Total time is v1 plus v2 all into x by v1 v2. x cancel ചെയ്തു പോയി. ഇമ്പോർട്ടന്റ് ഫോർമുല average speed is equal to v1 v2 മോളിക്ക് കയറി വരും. അപ്പൊ 2v1 v2 by v1 plus v2 അടിയിലുണ്ട് plus v2. അപ്പൊ എന്താണ് ചെയ്യുന്നത്? ഒരു വസ്തു ഒരു ദൂരം അങ്ങോട്ട് പോയി അതേ ദൂരം തന്നെ അയാൾ ഇങ്ങോട്ട് തിരിച്ചെത്തിയാൽ അയാളുടെ ആവറേജ് സ്പീഡ് 2v1 v2 by v1 plus v2. അങ്ങോട്ട് പോയ സ്പീഡാണ് v1, ഇങ്ങോട്ട് വന്ന സ്പീഡാണ് v2. ഒന്നുകൂടി നന്നായി പറയാം. ഒരു വസ്തു സഞ്ചരിച്ച ആകെ ദൂരം 2x ആയിട്ട് നമ്മൾ എടുത്തത്. പകുതി ദൂരം v1 സ്പീഡിലും ബാക്കി പകുതി ദൂരം v2 സ്പീഡിലും പോയാൽ ആവറേജ് സ്പീഡ് കാണാനുള്ള ഫോർമുല 2v1 v2 by v1 plus v2 അല്ലാതെ v1 plus v2 by 2 അല്ല എഴുതേണ്ടത്. സാധാരണ നമ്മൾ എങ്ങനെ ആവറേജ് കാണാൻ രണ്ടും കൂടി കൂട്ടി രണ്ടുണ്ടായിരിക്കും. മൂന്നെണ്ണാണെങ്കിൽ മൂന്നെണ്ണം കൂടി കൂട്ടി മൂന്നുണ്ടായിരിക്കും. അങ്ങനെയല്ല ഈ ചലനത്തിൽ നമ്മൾ ആവറേജസ് കാണുക. ആവറേജ് സ്പീഡിന്റെ ഫോർമുല ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ഇപ്പൊ ചെയ്ത കേസിൽ എല്ലാ കേസിലും അല്ല. ഇഫ് ദ ബോഡി ട്രാവൽസ് ഹാഫ് ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് v1 and the remaining half distance with the speed v2, then its average speed is 2v1 v2 by v1 plus v2. വേണമെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു വസ്തു ആകെ സഞ്ചരിച്ച ദൂരത്തിന്റെ പകുതി ദൂരം 40 km/h v1 കിട്ടി. ബാക്കി പകുതി ദൂരം രണ്ടാമത്തത് 60 km/h ആണെങ്കിൽ വാട്ട് ഈസ് ഇസ് ആവറേജ് സ്പീഡ്? ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു പകുതി ദൂരം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം 2v സമയത്ത് മാത്രമേ ഈ ഫോർമുല ഉപയോഗിക്കാൻ പാടുള്ളൂ. v1 plus v2 that's equal to 2 into 40 into 60 divided by 40 plus 60. ഉത്തരം വരിക ഇവിടെ 2424 248 20 divided by 100 equal to 48 km/h എന്ന് കിട്ടും. അപ്പൊ 40ന്റെ 60ന്റെ മീൻ 50 അല്ല, 40 60 കൂടി കൂട്ടി 2 കൊണ്ട് അടിച്ചാൽ 100/2 50 എന്ന് കിട്ടും. ഉത്തരം അതല്ല, 48 km/h ആണ്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ? if a car travels half of the total distance with the speed v1 and the remaining half with the speed v2, then its average speed is എന്താണ് ഫോർമുല? 2v1 v2 by v1 plus v2. എങ്ങനെ കിട്ടിയേ? ഇതാ സ്റ്റെപ്പ്, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഇതേപോലെ നിങ്ങൾക്ക് ഒരു കാറ് 1/3 ദൂരത്ര സ്പീഡിലാണെങ്കിൽ ബാക്കി ദൂരത്ര സ്പീഡിലാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് ആവറേജ് സ്പീഡ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ആ പ്രോബ്ലം ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പൊ ഡയറക്ഷൻ പറഞ്ഞില്ലെങ്കിൽ ആവറേജ് സ്പീഡ് വെച്ചാലും ആവറേജ് വെലോസിറ്റി ചോദിച്ചാലും മാറ്റങ്ങളില്ല. ഡയറക്ഷൻ പറഞ്ഞാൽ കൃത്യമായി ശ്രദ്ധിക്കണം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആയിട്ട് തന്നെ ചെയ്തോളാം. ഇനിയിപ്പോ ഞാൻ പറയാൻ പോകുന്നത് ഒരു കാറ് 1/3 ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് വിത്ത് വെലോസിറ്റി നേരത്തെ പറഞ്ഞ പോലെ 40 km/h. നോക്കാട്ടോ, 1/3 ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് 3x ആയിട്ട് എടുക്കാം. ടോട്ടൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 3x. അതിന്റെ 1/3 എന്ന് പറഞ്ഞാൽ അപ്പൊ x വരും അല്ലെ. സോ ആദ്യത്തെ 1/3 ദൂരം സഞ്ചരിക്കാൻ എടുത്ത സ്പീഡ് എന്താ പറഞ്ഞത്? 40 km/h ആണ്. 1/3 അപ്പൊ 3x-ന്റെ x-ഉം 2x ആയിട്ട് എടുക്കാം. 3x-ന്റെ 1/3 എന്ന് പറഞ്ഞാൽ x, ബാക്കിയുള്ളത് 2x. അപ്പൊ ആ എടുക്കുന്ന സമയം x by 40 km/h 40. അപ്പൊ ആദ്യത്തെ 1/3 ദൂരം 40 പോയി, പിന്നത്തെ ബാക്കിയുള്ള ദൂരം 60 പോയി എന്ന ക്വസ്റ്റ്യൻ. അപ്പൊ t2 എത്ര വരും? ബാക്കിയുള്ള ദൂരം 2x ബൈ സ്പീഡ് എത്രയെന്ന് പറഞ്ഞാൽ 60. So total time is equal to t1 plus t2 equal to x by 40 plus 2x by 60. ശരിയല്ലേ? That's equal to simplifying ഇവിടെ എത്ര വരും? 2400. ചെയ്യാറിയാലോ 60 × 40 6424 2 അപ്പൊ ഇവിടെ വരിക 60x ശരി പ്ലസ് 40 × 2 80x ശരി ഈക്വൽ ടു 140x by 2400. ശരിയല്ലേ? 140x വരുമ്പോ ഇവിടെ അത് വെട്ടിപ്പോയി അല്ലെ. ഉത്തരം നമുക്ക് എഴുതാം. 7 2 കൊണ്ട് അടിച്ചാൽ 2 7 14 2 12 ഇരിക്കുക. അപ്പൊ ഈക്വൽ ടു 7/120x എന്ന് വരും. ഓക്കെ, 7 divided by 120x. ഇവിടെ ഞാൻ 2 കൊണ്ട് അടിച്ചപ്പോ 120, ഇവിടെ 2 കൊണ്ട് അടിച്ചപ്പോ 70. സോറി 70. അപ്പൊ 70 by 70 അല്ലേ, 7 by 7 by 1. നമ്മൾ ഓരോ 0 വെട്ടിപ്പോയിട്ടുണ്ട്. ഇവിടെ 14 ഈ 240 ആണ്. ഇപ്പൊ 2 7 14 220. ഓക്കെ, ടോട്ടൽ ടൈം കിട്ടി, ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടി. അപ്പൊ ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് പറഞ്ഞത്? ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് 3x ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഈസ് ഇവിടെ നമുക്ക് x by 38 തന്നെ വേണമെങ്കിൽ ചെയ്യായിരുന്നു കേട്ടോ. ടോട്ടൽ ടൈം ഈസ് ഈക്വൽ ടു 7x by 120 ഈക്വൽ ടു എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോയി 3 × 120 by 7 ദാറ്റ്സ് ഈക്വൽ ടു
എത്രയും 3 12 36 360/7 ഈക്വൽ ടു 7 5 35 ബാക്കി 10 എത്ര വരും 7 പോയിന്റ് 30 7 4 28 20 7 2 14 കിലോമീറ്റർ പെർ അവർ ഏകദേശം വരും 51.42 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ x/30 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എവറേജ് സ്പീഡ് കാണാനുള്ള വഴി മനസ്സിലായിട്ടായിരിക്കും. ഇതേപോലെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എവറേജ് സ്പീഡ് കാണാൻ ചാടിക്കറി എഴുതരുത്. എവറേജ് എടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടി എത്ര കൊണ്ട് ഇരിക്കുക എന്നല്ല അർത്ഥം. ടോട്ടൽ ഡിസ്റ്റൻസ് അസ്യൂം ചെയ്യുക. അപ്പൊ നമ്മളിവിടെ 3x എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ 1/3 എന്ന് പറഞ്ഞാൽ x എടുക്കാൻ കിട്ടിയിട്ടാ. നമ്മൾ x എന്ന് കൺസിഡർ ചെയ്തെങ്കിൽ അതിന്റെ 1/3 എടുക്കുമ്പോൾ നമുക്ക് എന്താവും x/3 എന്നാക്കും. കഴിയുന്ന ഫ്രാക്ഷൻസ് ഒഴിവാക്കി ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. ഞാൻ ഇതിന്റെ വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ആകെ ദൂരത്തിന്റെ പകുതി, ആകെ ദൂരത്തിന്റെ 1/3, ആകെ ദൂരത്തിന്റെ 1/4 എന്നൊക്കെ പറഞ്ഞുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ബോധ്യമായി. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് ആകെ സമയത്തിന്റെ പകുതി സമയം. ഞാൻ ഇവിടുന്ന് തൃശ്ശൂർക്ക് പോവാൻ 3 മണിക്കൂർ എടുത്തു. 3 മണിക്കൂർ എന്നുള്ള പോട്ടെ, ആകെ ഞാൻ ഇവിടുന്ന് ഒരു തൃശ്ശൂർക്ക് എത്തി. അതിൽ പകുതി സമയം ദൂരവും ഞാൻ V1 സ്പീഡിൽ പോയി, ബാക്കി പകുതി സമയം V2 സ്പീഡിൽ പോയി. വാട്ട് ഈസ് മൈ ആവറേജ് സ്പീഡ്? ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് തൃശ്ശൂർക്ക് പോണു കാറില്. ആകെ സഞ്ചരിക്കാൻ എടുത്ത സമയത്തിന്റെ പകുതി സമയം ഞാൻ V1 എന്ന് പറയുന്ന ഒരു സ്പീഡിൽ 40 km/h പോയത്. ബാക്കി ഒരു പകുതി സമയം, നേരത്തെ പറഞ്ഞ പകുതി ദൂരം അപ്പൊ ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. ആകെ സഞ്ചരിക്കാൻ എടുത്ത സമയത്തിന്റെ പകുതി സമയം 40 km/h, പിന്നത്തെ പകുതി സമയം V2 സ്പീഡിൽ, അതായത് 60 km/h ആണെങ്കിൽ വാട്ട് ഈസ് മൈ ആവറേജ് സ്പീഡ് കാണാൻ പോവാണ്. ശ്രദ്ധിക്കുക. അപ്പൊ ആകെ സമയം ടോട്ടൽ ടൈമിനെ നമുക്ക് അസ്യൂം ചെയ്യാം. കാരണം ക്വസ്റ്റ്യനിൽ ടൈമാണ് പറഞ്ഞിരിക്കുന്നത് 2t. ആകെ സമയത്തിന്റെ എന്താ 2t എടുക്കാൻ കാരണം? പകുതി എടുക്കാൻ പറഞ്ഞിട്ട് പകുതി എടുക്കാം. പകുതി സമയം എന്ന് പറഞ്ഞാൽ 2tയുടെ പകുതി t എടുക്കാം. t നടത്തെങ്കിൽ t/2 എന്നാക്കേണ്ടി വരും. അതുകൊണ്ടാണ് 2t എന്ന് എടുത്തത്. അപ്പൊ ആകെ സമയം 2t എന്ന് അസ്യൂം ചെയ്യുക. അതിലെ പകുതി സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരം x1 എന്ന് വിളിക്കുക. ഇതിന്റെ പകുതി സമയം എത്രയാ? t. സഞ്ചരിച്ച ദൂരം എത്രയാണ്? അപ്പൊ ടിയും ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ സ്പീഡ് ആദ്യത്തെ പകുതി സമയം V1 സ്പീഡിലാണ്, രണ്ടാമത്തെ പകുതി സമയം V2 സ്പീഡിലാണ്. അപ്പൊ ആദ്യത്തെ പകുതി സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരം സമം സ്പീഡ് ഇൻറ്റു ടൈം അല്ലെ. സ്പീഡ് എത്രയാണ്? V1. ടൈം എത്രയാണ്? t. രണ്ടാമത്തെ പകുതി സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരം x2 സമം സമയത്തെ സ്പീഡ് V2 ആയി, പകുതി സമയം t തന്നെ. So total distance is equal to x1 plus x2 equal to v1t plus v2t. That's equal to v1 plus v2 bracket lakam into t. So average speed is equal to total distance by total time. Total distance is v1 plus v2 all into t by total time is 2t. Okay? Total time 2t. tt വെട്ടിപ്പോയി ആൻസർ കിട്ടുക v1 plus v2 by 2. ഇമ്പോർട്ടന്റ്. പകുതി സമയം V1 സ്പീഡിലും പകുതി സമയം V2 സ്പീഡിലുമാണ് സഞ്ചരിച്ചതെങ്കിൽ ആവറേജ് സ്പീഡ് കാണാൻ അവരുടെ സാധാരണ കാണുന്ന മീൻ തന്നെ, ശരാശരി തന്നെ V1 plus v2 by 2. കിട്ടിയ വഴി ശ്രദ്ധിക്കുക. പകുതി ദൂരവും ആണെങ്കിൽ 2v1 v2 by v1 plus v2 ആയിരുന്നു. പകുതി സമയവുമാണെങ്കിൽ ഉത്തരം v1 plus v2 by 2 ആണ്. കിട്ടാനുള്ള വഴികളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ അപ്പൊ അസ്യൂം ചെയ്യുന്നത് എങ്ങനെയാണോ അതിന് ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ അസ്യൂം ചെയ്യേണ്ടി വരും. ഇമാതിരി കുറെ ക്വസ്റ്റ്യൻസ് ചെയ്താലേ നിങ്ങൾക്ക് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും തറവായിട്ട് മനസ്സിലാവുള്ളൂ. ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു വസ്തു ഒരു 240 മീറ്റർ ദൂരം ഒരു സ്ട്രൈറ്റ് ലൈനിൽ സഞ്ചരിച്ചു. അതായത് മനോജ് സാർ സ്റ്റാർട്ടിംഗ് ഫ്രം എ 240 മീറ്റർ 240 മീറ്റർ സഞ്ചരിച്ചു. എത്ര സമയം എടുത്തു? അയാൾക്ക് എടുത്ത സമയം 6 സെക്കൻഡാണ് സമയം എടുത്തത്. മനോജ് സാറിന് 250 മീറ്റർ സ്ട്രേറ്റ് ലൈനിൽ സഞ്ചരിക്കാൻ 6 സെക്കൻഡ് എടുത്തു. പിന്നെ മനോജ് സാർ അവിടെ നിന്നില്ല, തിരിച്ചിങ്ങോട്ട് തന്നെ പോകുന്നു. ഇങ്ങോട്ട് പോകുന്നത് ഫുൾ പോകുന്നില്ല, 120 മീറ്റർ ദൂരം പോകുന്നു, പകുതി ദൂരെ പോകുന്നുള്ളൂ. ആ 120 മീറ്ററിന് അയാൾക്ക് എടുത്ത സമയം 4 സെക്കൻഡാണ്. വാട്ട് ഈസ് ഹിസ് മനോജ് സാറിന്റെ ആവറേജ് സ്പീഡ് എത്ര? ആവറേജ് വെലോസിറ്റി എത്ര? നല്ല ക്വസ്റ്റൻ അല്ലേ? 250 മീറ്റർ അങ്ങോട്ട് സ്ട്രേറ്റ് ലൈനിൽ പോയി 6 സെക്കൻഡ് എടുത്തു. തിരിച്ച് 120 മീറ്റർ അതേ സ്ട്രേറ്റ് ലൈനിലൂടെ തിരിച്ചു പോകുന്നു, അതായത് പകുതി ദൂരത്തേക്ക് അവിടെ നിർത്തി, 4 സെക്കൻഡ് എടുത്തു. വാട്ട് ഈസ് ഹിസ് ആവറേജ് സ്പീഡ്? Average speed is equal to formula എപ്പോഴും എഴുതുക, total distance by total time. Total distance is 240 അല്ലെ, പ്ലസ് ഇങ്ങോട്ട് 120, രണ്ടും പോസിറ്റീവ് തന്നെയാണ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട്, ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ഈസ് 6 + 4 ഈക്വൽ ടു 360 ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു 36 എത്രയാണ്? മീറ്റർ പെർ സെക്കൻഡ്. 36 മീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് ഒക്കെ ശ്രദ്ധിക്കുക. യൂണിറ്റ് എഴുതാതെ ഒരു കാര്യവും ചെയ്യരുത്. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്ത് വരും? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര? അങ്ങോട്ടുള്ളത് പോസിറ്റീവ് ആയിട്ട് വിളിച്ചോളൂ 240. അപ്പൊ ഇങ്ങോട്ടുള്ളത് നെഗറ്റീവ് ആയിട്ട് വിളിക്കാനല്ലോ. ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ മാറിയ നെഗറ്റീവ് ആണ്.
ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയി. അപ്പൊ -120. ടൈം എപ്പോഴും പോസിറ്റീവ് ആണ്, സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. 6+4 ഈക്വൽ ടു 120/10 ഈക്വൽ ടു 12 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ അയാളുടെ മനോജ് സാറിന്റെ ഏവറേജ് സ്പീഡ് 36 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഏവറേജ് വെലോസിറ്റി 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ മൊത്തം ജേർണിയുടെ ഏന്ന് പുറപ്പെട്ട് 240 മീറ്റർ ദൂരം അങ്ങോട്ട് പോയി, വീണ്ടും അതേപോലെ 120 മീറ്റർ ഇങ്ങോട്ട് വന്നു, അങ്ങോട്ട് ഒരു 6 സെക്കൻഡ്, ഇങ്ങോട്ട് ഒരു 4 സെക്കൻഡ് ഒക്കെ എടുത്താൽ ഏവറേജ് സ്പീഡും ഏവറേജ് വെലോസിറ്റി ഇങ്ങനെയാണ്. അപ്പൊ ഏവറേജ് സ്പീഡും ഏവറേജ് വെലോസിറ്റിയും എപ്പോഴും എന്താവണമെന്നില്ല, തുല്യമാവണമെന്നില്ല. എന്നാൽ ഇടയ്ക്ക് തുല്യമാവാം. എങ്ങനെ എപ്പോഴാണ് തുല്യമാവുക? സ്ട്രൈറ്റ് ലൈനില് ഡയറക്ഷൻ മാറാതെ എങ്ങോട്ടൊന്നും തിരിച്ചു വരാതെ എപ്പോഴും. ഇപ്പൊ ഇത്രയും വരെ നോക്കുള്ളെങ്കിൽ ഏവറേജ് സ്പീഡും ഏവറേജ് വെലോസിറ്റിയും തുല്യമാണ്. അപ്പൊ അത് കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുക. ഇങ്ങനത്തെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് തുടക്കത്തിൽ നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ 1 ഡയമെൻഷൻ മോഷൻ, 2 ഡയമെൻഷൻ മോഷൻ, 3 ഡയമെൻഷൻ മോഷൻ എന്താണെന്ന് അറിയണം, പോയിന്റ് ഒബ്ജക്ട് എന്താണെന്ന് അറിയണം, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി, യൂണിഫോം സ്പീഡ്, യൂണിഫോം വെലോസിറ്റി, നോൺ യൂണിഫോം സ്പീഡ്, നോൺ യൂണിഫോം വെലോസിറ്റി. അപ്പൊ നമ്മൾ ആവറേജ് സ്പീഡ് എന്താണ്, ആവറേജ് വെലോസിറ്റി എന്താണ്, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്താണ്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്താണ്. ഈ മാതിരി എവറേജ് സ്പീഡും എവറേജ് വെലോസിറ്റിയും കാണാനുള്ള പ്രോബ്ലങ്ങളെ കുറിച്ചും ഒരു ധാരണ ഉണ്ടാക്കിയാൽ നമ്മുടെ ഇൻട്രൊഡക്ഷനായി ഈ ചാപ്റ്ററിന്റെ കൈനമാറ്റിക്സ് എന്ന് പറയുന്ന ഈ ഭാഗത്തിന്റെ 1 ഡയമെൻഷൻ മോഷനിലെ തുടക്കത്തിനെ കുറിച്ചൊരു ഐഡിയ ആവും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.